ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി തികച്ചും വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പച്ച ചക്കയും അതോടൊപ്പം തന്നെ റാഗി പൗഡറുമാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റം ഒക്കെ വെറും 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം ചക്കയുടെ ഗുണങ്ങൾ പലതും ഉണ്ട് പറയാനായിട്ട്. അപ്പം മുമ്പോട്ട് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അതുപോലെ റാഗിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിനോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 5-8 ചെറിയുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. വലിയ അല്ലിയാണെങ്കിൽ 1-2 എടുക്കാം. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-2 റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർത്താലും മതി. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചച്ചക്കയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പച്ചച്ചക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പച്ചച്ചക്കയെ പറ്റിയുള്ള ഗുണങ്ങൾ നമ്മൾക്ക് പണ്ടൊന്നും അത്രയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകളായിട്ടേ ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. ഇത് എന്നാലും അത് ചർച്ചയ്ക്ക് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് നമുക്ക് ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വളരെയധികം ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു ഫുഡ് ഐറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നത്. പിന്നെ എല്ലാം പറയുന്ന പോലെ തന്നെ ഓവറായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതല്ല. ഒരു മിതമായ അളവിൽ കഴിച്ചാൽ മതി. ഇപ്പോൾ അരയ്ക്കാനായിട്ട് ഞാനൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തത് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ചേർത്താൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റാഗി ആണ്. ഇപ്പോൾ ഞാനിവിടെ റാഗി പൊടിയാണ് ചേർക്കുന്നത്. റാഗിയുടെ പൊടി ഇല്ലാത്തവർക്ക് റാഗി കുതിർത്തിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിനകത്ത് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ദോശമാവിൻ്റെ പാകത്തിനാണ് അരയ്ക്കുന്നത്. അതിനനുസരിച്ചാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പച്ച ചക്കയും റാഗിപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശമാവിൻ്റെ പാകത്തിനാണ് അരച്ചിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള റാഗിയാണ്. റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വളരെ കാര്യത്തിന് നമുക്ക് റാഗി ഫുഡിൽ ചേർക്കുന്നത് ഒത്തിരി ബെനിഫിഷ്യലാണ്. അപ്പോൾ നമ്മുടെ റാഗിയും പച്ചച്ചക്കയും ചേർത്തിട്ടുള്ള ദോശമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1-2 ചെറിയുള്ളി, 1-2 വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2-3 ഡ്രൈ റെഡ് ചില്ലിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണേയും 1-2 കൂടി റെഡ് ചില്ലി ഇടാം. അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ്. 2 സ്പൂൺ പീനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചമ്മന്തിക്ക് എന്തോരം ആവശ്യമുണ്ട് അളവിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പിന് ഉള്ള ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ. ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാളംപുളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ചമ്മന്തിയുടെ പാകത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഏത് രീതി വേണം ചട്നിക്ക് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് റെഡിയാക്കി എടുത്തത്. ഇനി എന്തോട്ടൊന്ന് കടുക് പൊട്ടിക്കണം. അപ്പോൾ ആ സെയിം ചീനിച്ചട്ടി തന്നെ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും റെഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് അതിനൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചതും കൂടി ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക്
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ദോശത്തവ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ തുണി കൊണ്ടോ കിച്ചൺ ടവൽ കൊണ്ടോ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പാൻ നമ്മളിത് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ മാവ് ചേർത്ത് കൊടുക്കാം. 1-1.5 തവി നമുക്ക് എത്രത്തോളം മാവ് വേണം അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവ് ഒത്തിരി നീട്ടമല്ലാത്തത് കൊണ്ട് കുറച്ച് കട്ടിയിലുള്ള ദോശയുടെ ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പുറമൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് ഇത് ഗുണവും രുചിയും കൂടുന്നത്. അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇപ്പോൾ നമ്മുടെ ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി തിക്ക് കുറഞ്ഞ നൈസായിട്ടുള്ള നെയ് റോസ്റ്റ് പോര ടൈപ്പിൽ ദോശ വേണമെന്നുണ്ടെങ്കിൽ മാവിന് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് നീട്ടിയാൽ മതി. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നീട്ടിയെടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി ദോശക്കല്ലിൽ വളരെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നല്ല തിന്നായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ദോശ വേണ്ടവർക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാം. ഒന്നും ചെയ്യേണ്ട, അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയാൽ മതി. ഇതിൻ്റെ പുറത്തും ഇങ്ങനെ പുറമൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പച്ചച്ചക്കയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ചക്ക കഴിച്ചിട്ടുള്ളവർക്ക് ചക്കയുടെ രുചി വളരെ ഇഷ്ടമാണ്. അതാണ് എപ്പോഴും നമുക്ക് നൊസ്റ്റാൾജി ആയിട്ട് നാട്ടിൽ നിന്ന് വിട്ടു പോന്നാലും നമുക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരുന്നൊരു ഐറ്റം തന്നെയാണ് ചക്ക. അപ്പോൾ ചക്ക സീസൺ വരുമ്പോൾ നമ്മളെപ്പോഴും പല വിധത്തിലുള്ള ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി കൂടാതെ പലതിനും മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അത് കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഇനി ചക്ക പുഴുക്കായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ചക്കയുടെ ക്വാണ്ടിറ്റി അറ്റ് എ ടൈം ശരീരത്തിലേക്ക് പോകും. അതിലും ബെറ്റർ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നീർദോശ ടൈപ്പിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്ത് കുറേയും കൂടി വെള്ളം ഒഴിച്ച് നീട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലും കിട്ടുന്നതാണ്. അപ്പം ഏത് രീതി വേണേലും നമുക്ക് അതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചക്ക, ഈ പച്ചച്ചക്ക നമുക്ക് ഈ സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് നാളൊക്കെ ഫ്രീസറിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് പീസാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ലപോലെ അവൈലബിൾ ആണ് ചക്കപ്പൊടി. ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ചക്കപ്പൊടി അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലും അതും നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണേലും നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പല രീതിയിലുള്ള ദോശകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ദോശ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചമ്മന്തിയുടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. കണ്ടോ, ദോശയുടെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, വളരെ തിൻ ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയുണ്ട്, തിക്കായിട്ടുള്ള ദോശയുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.